അപ്പോൾ ഗൈസ് ഇന്നാണ് ലാസ്റ്റ് ക്രിസ്മസ് എക്സാം ആയ സെക്കൻഡ് ലാംഗ്വേജ്. അതായത് എനിക്ക് ഹിന്ദി, നിങ്ങൾക്ക് എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കുറേ ആൾക്കാർക്ക് ഹിന്ദി, മലയാളം, സംസ്കൃതം, ഉറുദു, അറബി അങ്ങനെയൊക്കെയാണ്. അപ്പം ഇതുവരെ നടന്നിട്ടുള്ള എല്ലാ എക്സാമും നല്ല 8 നിലയിൽ പറന്ന് പൊട്ടിയിട്ടുണ്ട്. എനിക്ക് കുറച്ചും കൂടി പൊട്ടിയെന്നൊന്നും പറയില്ല, പക്ഷേ ഒരു 2 പൊട്ടാൻ ചാൻസ് ഉണ്ട്. ബാക്കിയുള്ളൊക്കെ അത്യാവശ്യം ജസ്റ്റ് പാസ് ഒന്നും കൂടി കമ്പാരിറ്റീവ്ലി ഈസി ആയി തോന്നിയ മാത്സ് മാത്രമാണ്. ബാക്കിയുള്ളൊക്കെ അത്യാവശ്യം ടഫായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മളൊരു പ്രത്യേക ചലഞ്ച് എടുക്കാൻ പോകുന്നത്. ബാക്കിയുള്ളൊക്കെ ഏകദേശം മൂഞ്ച് സ്ഥിതിക്ക് ഇതും കൂടി നല്ല ഇളിയ മൂഞ്ചിന് മുഞ്ചയച്ചു. അതുകൊണ്ട് തന്നെ ഇന്ന് വിത്തൗട്ട് സ്റ്റഡിയാണ്. ഹിന്ദി എക്സാമിന് പോവാം വിത്തൗട്ട് സ്റ്റഡി. ഒരു പഠിത്തം പഠിക്കാതെ ഹിന്ദി എക്സാമിന് പോകാം. പക്ഷേ ഹിന്ദി എക്സാം പഠിക്കാത്തതുകൊണ്ട് തന്നെ നമുക്ക് വേറെ എന്തെങ്കിലും പഠിക്കാൻ വെച്ച് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും സിനിമയൊക്കെ കാണാം. അപ്പോൾ ഏതാ പഠിക്കണമൊക്കെയാണ് കാണിച്ചു തരാം. പഠിക്കാൻ പോകണമെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫിസിക്സ് ചാപ്റ്റർ 11 ആണ്. അത് ഞാൻ എന്തായാലും പഠിക്കാറുണ്ടെങ്കിൽ നോട്ടൊന്നും ചെയ്തില്ല, വെറുതെ കണ്ടിക്കാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ക്രിസ്മസ് എക്സാമിന് ഈ ചാപ്റ്റർ 11 തീർക്കണമെന്നുണ്ട്. അപ്പോൾ മര്യാദയ്ക്ക് നോട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒന്നും കൂടി ക്ലാസ് ആകുമ്പോൾ നല്ല രീതിയിൽ മനസ്സിലാവും. അതിനോട് തന്നെ ഒന്ന് കാണാൻ വെച്ച് ഇപ്പോൾ ഏകദേശം 7:20 എന്തായാലും നേരെ കാണാൻ പോണ്. അപ്പോൾ ഇതുവരെ ഈ ചലഞ്ച് ഇങ്ങനെ ആരെങ്കിലും ചെയ്തെന്ന് അറിയില്ല. എനിക്ക് അറിഞ്ഞുകൊണ്ട് ഇങ്ങനത്തെ ചലഞ്ച് ആരെങ്കിലും വിത്തൗട്ട് സ്റ്റഡിയിലുള്ള ചലഞ്ച് ആരെങ്കിലും ചെയ്തോളൂ. എന്തായാലും ഞാൻ ചെയ്യാൻ പോണ്. പിന്നെ കുറേ ആൾക്കാർ ബ്ലൂ ക്ലോക്കിൻ്റെ ഫാൻസ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ ഈ ക്ലോക്ക് നമ്മൾ ഇവിടുന്ന് മാറ്റാൻ പോവാണ്. എന്തായാലും മാറ്റാൻ പോവാണ്. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് മാറ്റാം, ഒരു 2 ദിവസം കഴിഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ എന്താണ് പഠിക്കാൻ പോകുന്നത്? ഡുവൽ നേച്ചർ ആൻഡ് റേഡിയേഷൻ മാറ്റർ. അതാണ് 11th ചാപ്റ്റർ ഫിസിക്സ്. അത് പഠിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചോറ് കഴിഞ്ഞിട്ട് പിന്നെ വേറെ എന്തെങ്കിലും സിനിമ കണ്ടിട്ട് നല്ല കൂളായിട്ട് നാളെ എക്സാമിന് നല്ല പറന്ന് പൊട്ട നാളെ എന്താവും എനിക്ക് അറിഞ്ഞൂടെ. എന്തായാലും നമുക്ക് കാണാം. അപ്പോൾ ഗൈസ് ഇതാ പഠിക്കുന്ന സാധനമൊക്കെ അവിടെയും ഇവിടെ ഇട്ടിട്ടുണ്ട്. ഞാൻ കുറച്ച് ദിവസം ഇങ്ങനെ എവിടേക്കൊക്കെ പോകുന്നുണ്ട്. ആ മുടി ഇട്ടാനൊക്കെ ഉണ്ടായിരുന്നു കുഞ്ഞാൻ്റെ മുടി ഇട്ടിട്ടുണ്ട്. ഒക്കെ കാണിച്ചില്ല. അപ്പോൾ ഏകദേശം 9 മണി അവനുണ്ട്. ചോറിനാൻ പോയിട്ട് വരാം. ഇനിയിപ്പോൾ കൂടുതൽ പഠിക്കാൻ ഒന്നും അറിഞ്ഞൂടാ. അങ്ങനെയൊക്കെ ഒരു അവസ്ഥയിലാണ്. അപ്പോൾ ഇനി രാത്രി ഫുള്ള് വീഡിയോസാണ്, പഠിക്കണമൊന്നുമില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചോറ് കഴിഞ്ഞിട്ട് വന്നിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഗൈസ് അങ്ങനെ ടൈം എത്രയായി നോക്കുകയാണെങ്കിൽ ഇവിടെ കാണുന്നുണ്ടോ? ഇതേ കാണാം. ഇതാ ഏകദേശം 9:40 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്ലാസ് കുറച്ചും കൂടി ആകെ 23 മിനിറ്റ് കണ്ടിട്ടുള്ളൂ. ബാക്കിയൊക്കെ എങ്ങനെയൊക്കെയോ ടൈം പോയി. ഇനി ഇത്തിരി കൂടി കണ്ടിട്ടാണ് ബാക്കി പിന്നെ കുറച്ച് ഏതെങ്കിലും സിനിമ അല്ലെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് കോമഡി വീഡിയോസൊക്കെ കണ്ടിട്ട് കിടക്കണം. അപ്പോൾ നമ്മൾ മെല്ലെ സ്ഥലം ഇങ്ങോട്ട് മാറിയിട്ടുണ്ട്. ചോട്ടൊക്കെ ഇതവിടെ കാണാം, ഗെയിം കളിക്കണം, ഫ്രീ ഫയർ. ചോട്ട എത്ര ലെവലാ? 3 സീന് പ്ലെയറാന്നൊക്കെയാണ് പറയുന്നത്. കാരണം ഞാൻ അധികം കളിക്കാറൊന്നുമില്ല ഇപ്പം. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ കാരണങ്ങളൊന്നുമില്ല. അപ്പോൾ ഇന്ന് ഇവിടെ നിന്ന് പഠിക്കുക വെച്ച് ലാസ്റ്റ് ഇവിടെ നിന്ന് കോമഡി കാണാം. അപ്പോൾ എന്തായാലും നേരെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇനിയിപ്പോൾ ഇവിടെ ഹൈപ്പർ ലാബ്സ് എടുക്കട്ടെ. എങ്ങനെ ഉണ്ടോ കേട്ടോ. നമുക്ക് ഇവിടെ അടിപൊളിയായിട്ട് തോന്നുകയാണെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ പിന്നെ ഫുൾ സ്റ്റഡി ബ്ലോഗ് എടുക്കാം. എന്തായാലും തുടങ്ങി. ഇനി ചെറിയ ലൈറ്റില്ല. അപ്പോൾ എന്തായാലും തുടങ്ങി. By the sounds I'm breathing in. Hold tight, hold tight. Chemicals collide. Hold tight, hold tight, hold tight. അപ്പോൾ ഗൈസ് അത്യാവശ്യം പഠിച്ചപ്പോൾ ടൈം നോക്കുകയാണെങ്കിൽ ഇത് കാണായും എന്തി കാണാത്ത തേങ്ങ ഇതാ 10:05 ആയിട്ടുണ്ട്. 10:05 തന്നെ രാത്രി 10:05. അപ്പം നമ്മൾ കാണാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഫുഡ് ബ്ലോഗ് ഉണ്ട്. കഴിഞ്ഞിട്ട് കുറച്ച് കോമഡി വീഡിയോസ് ഉണ്ട്. വലിയ സിനിമ കാണണം. ഫുഡ് ബ്ലോഗ് എന്ന് പറഞ്ഞാൽ റീഫിൽ ടമ്മി അറിയാൻ മതിയാവും എല്ലാവർക്കും, അത്യാവശ്യം ആൾക്കാർക്കൊക്കെ. 1500 കിലോൻ്റെ ഓരോ ദിവസവും വിൽക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് കണ്ടോക്കാം. ഇനിയിപ്പോൾ ഇന്ന് പഠിത്തമൊന്നുമില്ല, ഇന്ന് നാളെയും പഠിത്തമില്ല. ഇന്ന് ഫിസിക്സൊക്കെയാണ് പഠിച്ചത്. ഞാൻ പറഞ്ഞല്ലോ വിത്തൗട്ട് സ്റ്റഡിയാണ്, ഹിന്ദി വിത്തൗട്ട് സ്റ്റഡിക്കാണ് പോകുന്നത്. എന്തെങ്കിലും ആവട്ടെ, ഇനി എന്താണ് വരുന്നോടത്ത് വെച്ച് കാണാം നമുക്ക്. അപ്പോൾ അതെന്തായാലും കണ്ടിട്ട് ഇനി നാളെ ഒരു 7 മണിക്കൊക്കെ നീറ്റിട്ട് കാണാം എന്തായാലും. അപ്പോൾ ഗൈസ് 7:15 ആയപ്പോൾ തന്നെ നീറ്റിട്ടുണ്ട് രാവിലെ. എന്താ പറയുക, ഒന്നും പഠിച്ചിട്ട് ഇതുവരെ. ഇവിടേക്ക് നോക്കി കാണാം നല്ല രീതിയിലുള്ള വെയിലുണ്ട് ഉണ്ടോ. ഒന്നും കാണില്ല. നമുക്ക് വിറ്റാമിൻ ഡി കിട്ടും ഇവിടെ വന്നെങ്കിൽ കിണ്ണനാണ്. അപ്പോൾ എന്തായാലും എനിക്കെന്താ പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കെന്താ നല്ല രീതിയിൽ വീഡിയോ ഉണ്ട്. പരീക്ഷകളിൽ വെറുതെ ഒത്തിരിക്കുന്ന എന്ത് സീനാണെന്ന് ആലോചിക്കുക. ഇംഗ്ലീഷൊക്കെ എന്തെങ്കിലും പഠിച്ചുകൊണ്ട് 1 വേർഡെങ്കിലും കിട്ടി. ഇത് 1 വേർഡ് കിട്ടില്ല. ചോദിച്ചു ചെയ്താണെങ്കിൽ ഒരുത്തൻ വരില്ല എന്ന് പറഞ്ഞു എൻ്റെ അടുത്തുള്ള പനിയായിട്ട്. അപ്പോൾ അവിടെ നിന്നും പോയി.
ഇന്ന് ഫുൾ ഉറക്കാവും. സീൻ കോൺട്ര ആവാൻ പോവാണ്. എന്താവും ഞാൻ വന്നിട്ട് പറഞ്ഞുതരാം. എന്തായാലും ഞാൻ സ്കൂളിൽ പോകുമ്പോൾ കാണാം. ബാഗ് പാക്ക് ചെയ്യാണ്ട്. ബാഗ് എന്തിനാ വേണ്ട. അപ്പോൾ ഗൈസ് ഇപ്പോൾ ഏകദേശം 8:10 അപ്പോൾ സ്കൂൾക്ക് നേരെ വെച്ച് പിടിക്കുകയാണ്. എന്തായാലും മൂഞ്ചും ഉറപ്പായിട്ടും. കാരണം ഒന്നും പഠിക്കാതെ പോയാൽ പിന്നെ ചോദിക്കണ്ട. എന്തെങ്കിലും പഠിച്ചു പോയിട്ട് തന്നെ അത്യാവശ്യം കയ്യില്ല. ഇംഗ്ലീഷൊക്കെ തിരിഞ്ഞും പഠിച്ചിരുന്നു. ഒരു 2 മണിക്കൂറെങ്കിലും പഠിച്ചിരുന്നു. ഇതൊന്നും പഠിച്ചില്ല. അല്ല എന്തായാലും എല്ലാം മൂഞ്ചും. അതിനോണ്ടാണ് ഞാൻ ഇപ്പോൾ പഠിക്കാമെന്ന്. ഇങ്ങനത്തെ ചലഞ്ച് ആരെങ്കിലും എടുത്തണമെന്ന് ഇതുവരെയൊക്കെ അറിഞ്ഞൂടാ. എന്നാലും ഞാൻ ഫസ്റ്റായിട്ട് എടുക്കുകയാണെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ എന്തായാലും ഇനി പോയി വന്നിട്ട് കാണാം. സ്കൂളിൽ പോയി വന്നിട്ട് കാണാം. അപ്പോൾ ഗൈസ് എക്സാമൊക്കെ കഴിഞ്ഞ് ഞാൻ അവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 1 മണി കഴിഞ്ഞ് 1:15 ആയിട്ടുണ്ട്. അപ്പോൾ എക്സാമിനെ കുറിച്ചൊക്കെ പറയാം. അതിന് മുന്നേ ഈ ചലഞ്ച് ഇതുവരെ ആരെങ്കിലും ഇട്ടണമെന്ന് എനിക്കറിയില്ല. വിത്തൗട്ട് സ്റ്റഡി എക്സാമിന് പോവുക. എക്സാമിൻ്റെ തലേന്ന് പോലും പഠിക്കാതെ ഞാൻ ഇതുവരെ കണ്ടില്ല. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ട്രൈ ചെയ്താണ്. പിന്നെ അത് പറയുകയാണെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഒന്നും പഠിക്കാതെ ഫിസിക്സ് പഠിച്ചില്ല ഒന്നും. പക്ഷേ ഫിസിക്സ് പഠിക്കുന്ന ഹിന്ദി പഠിക്കില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഹിന്ദി പരീക്ഷയ്ക്ക് ഫിസിക്സ് പഠിച്ചിട്ട് വലിയ സീനൊന്നുമില്ല. അപ്പോൾ ഒന്നും പഠിക്കാതെ തന്നെയാണ് പോയതെന്ന്. പിന്നെ എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പേപ്പർ അത് ഇംഗ്ലീഷാണ്. ഇത് ഇന്നലെ ഇട്ട പേപ്പറാണ്. ഇത് ഇപ്പോഴും പഠിത്താനുണ്ട്. എന്താണിത്? ഹിന്ദീൻ്റെ പേപ്പർ എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഇന്നലെ ഇംഗ്ലീഷ് 2 മണിക്കൂറോളം ഏകദേശം 2 മണിക്കൂറിൻ്റെ മേലേക്ക് പഠിച്ചു പോയിട്ട് ഏകദേശം 2 പേജാണ് കഷ്ടി എടുത്തത്. ഇന്ന് 3 പേജ് എടുത്ത് ഹിന്ദി ഒന്നും പഠിക്കാതെ പോയിട്ട്. കാരണം എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഹിന്ദി പിന്നെയും ഇംഗ്ലീഷ് പിന്നെയും കുറേ ഫോർമാറ്റൊക്കെ പഠിക്കാനുണ്ട്. ഇതൊന്നും പഠിക്കാതെ പോയപ്പോഴും പോസ്റ്റർ, വിജ്ഞാപനം പരസ്യം, പിന്നെ ഇത് എന്താ പറയുക ഇംഗ്ലീഷിൽ പ്രൊഫൈല് അത് ഇതിലുണ്ട്. പിന്നെന്താ ഇങ്ങനെ ഇംഗ്ലീഷ് ഹിന്ദിക്ക് വരയ്ക്കുന്നത് അതൊക്കെ സിമ്പിള്. ഒന്നും പഠിക്കാൻ പോയിട്ട് തന്നെ അത്യാവശ്യം എനിക്ക് തോന്നുന്നത് പാസ്സൊക്കെ കഴിയും. എന്തായാലും പാസ് മാർക്ക് കഴിയും. ഒരു 30ൻ്റെ അടുത്ത് മാർക്ക് ഉണ്ടാവും എന്തായാലും. ഉറപ്പാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്താ പറയാൻ കൂടുതലൊന്നും പറയാനില്ല. ഞാൻ ഇതൊക്കെ കാണിച്ചുതരാം. കുറച്ചൊക്കെ കോപ്പി അടിച്ചിന്. പിന്നെ ആരായാലും കോപ്പി അടിക്കില്ല. കോപ്പി അടിക്കാത്ത ആരില്ല. ആരെങ്കിലും കമൻറ്റ് ഇട്ട് ആരും ഉണ്ടാവില്ല. കുറച്ചൊക്കെ വൺ വേർഡൊക്കെ കോപ്പി അടിച്ച് കുറച്ച്. പിന്നെ അങ്ങനെ കുറേയൊക്കെ എഴുതി. ഞാൻ 3 പേജ് എടുത്തു. എങ്ങനെയെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഒന്നും പഠിക്കാതെ പോയിട്ട് ഞാൻ വെച്ചാൽ അവിടെ വെറുതെ ഇരിക്കേണ്ടിയിരുന്നു. എങ്ങനെ രക്ഷപ്പെട്ടിന് കാര്യം പറയുകയാണെങ്കിൽ ഒന്നും പഠിക്കാൻ പോയിട്ട് എത്രയൊക്കെ എഴുതാൻ കഴിഞ്ഞതാണ്. അപ്പോൾ കുറച്ചും കൂടി പഠിക്കാൻ അത്യാവശ്യം ഉണ്ടാക്കാൻ എഴുതിയിട്ട്. അപ്പോൾ ഞാൻ എന്തായാലും കാണിച്ചു തരാം എന്തൊക്കെയാണെന്ന്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇന്ന് 6 മണിക്ക് ലൈവ് ഉണ്ട്. മാക്സിമം എല്ലാവരും കാണാൻ. ഞാൻ ലൈവിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. നോട്ടിഫൈ ഒക്കെ ചെയ്തിരിക്കുക. കാണുന്നേ കാണിച്ചു തരാം ക്വസ്റ്റ്യൻ പേപ്പർ. ഇപ്പോൾ ഇവിടെ ഇന്നലത്തെ പരീക്ഷ പേപ്പർ കാണാം. ഇംഗ്ലീഷ് എന്താ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കണം. എന്താണ് ഒന്നാമത്തെ ക്വസ്റ്റ്യനൊക്കെ രണ്ടെണ്ണമൊക്കെ കോപ്പി അടിച്ച്. ആദ്യത്തെ 5 വൺ വേർഡ് നല്ല കിണ്ണം കാച്ചിയായിട്ട് കോപ്പി അടിച്ചാണ്. കാരണം എന്താ വെച്ചാൽ എനിക്കറിയില്ല വൺ വേർഡൊന്നും. ഇത് മാത്രമേ എനിക്ക് അറിയായിരുന്നു രത്നാകറാണെന്ന്. അത് എന്നോ പഠിച്ച ഓർമ്മയിൽ. പിന്നെ കവിത വയ്ക്കുകയാണെങ്കിൽ ഇത് 1 മാർക്കിൻ്റെ അത് എന്താ ധൂപ്പ് കെ എന്ന് എഴുതി വെച്ച്. 2 മാർക്കിൻ്റെ ഇവിടുന്ന് ഇട്ടിട്ട് ഇവിടെ എഴുതി വെച്ച്. 3 മാർക്കിൻ്റെ 6 മാർക്കിൻ്റെ ടിപ്പണി കവിത മൊത്തം എഴുതി വെച്ച്. എന്തൊക്കെയോ കാട്ടിയിട്ട് കുറച്ചൊക്കെ വലുതാക്കി കവിത മൊത്തം എഴുതി വെച്ച്. പിന്നെ ഇതൊക്കെ എന്താണ് കോനും കഹൊക്കെ. കോണിനുള്ള ലേഖകവും കഹ എന്നുള്ളത് ഹിന്ദി സമ്മേളനം എന്നൊക്കെ എഴുതി വെച്ച്. ഇത് പിന്നെ ക്യാരക്ടർ സ്കെച്ച് അതെങ്ങനെയൊക്കെ എഴുതി തള്ളിന്ന് അങ്ങനെയൊക്കെ എഴുതിയിട്ടുള്ളൂ. പിന്നെ ഇത് എഴുതിയില്ല. പിന്നെ ഇതൊക്കെ ഇത് പിന്നെ ഇതാക്കാനാണ്, കുറച്ച് എഴുതാനാണ്. അതിനോണ്ട് ഞാൻ ഇവിടെ എഴുതും. പിന്നെ ഒരു പേജ് വിടും. അല്ല ഇത്രയും വരി വിടും. പിന്നെ അടുത്ത് എഴുതും. അങ്ങനെ ചെറുതാക്കി എഴുതി. പിന്നെ 2 മാർക്കിന് എന്തൊക്കെയോ എഴുതിച്ച്. ഇത് പിന്നെ ഇംഗ്ലീഷ് ഹിന്ദി ആക്കാൻ അത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഓഫ് എന്നുള്ളതൊക്കെ ഓഫ് തന്നെ ഹിന്ദിയിൽ എഴുതിന്. ഇന്ത്യക്ക് ഭാരത് എന്ന് എഴുതിന്. ലാൻഡിന് ഡൈവേഴ്സിറ്റി. അപ്പോൾ വേൾഡിന് എന്താണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഞാനൊക്കെ ഇപ്പം തന്നെ പോകണം. ഇന്ത്യക്ക് ഭാരതമാണ്, വേൾഡിന് എന്താണെന്ന് എനിക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഞാൻ എന്തൊക്കെയോ എഴുതിന്ന് സംഭവം എന്തൊക്കെയോ എഴുതി. പിന്നെ നോക്കുകയാണെങ്കിൽ അത് ജൂൺ 5 പോസ്റ്റർ, അത് കുഴപ്പമില്ല. പിന്നെ ഇതൊക്കെ എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു. എനർജി ഊർജ്ജമാണ്. അതൊക്കെ എല്ലാവർക്കും അറിയാം. വൈറസ് പറഞ്ഞാൽ വിഷാണുമാണ്. എനിക്ക് ആകെ കൺഫ്യൂഷൻ തോന്നിയത് ലാസ്റ്റ് ഇത് മാത്രമാണ്. ഏതെന്ന് നോക്കിയാണ് CESS. അത് എന്താണെന്ന് നോക്കിയാണെങ്കിൽ ഞാൻ എന്താ വെച്ചാൽ ഉപകാരമാണ്. അഡ്വാൻസ് പേശോഗി എന്നാണ് എഴുതിച്ചത്. അത് 2 കൺഫ്യൂസായി. അപ്പോൾ ഞാൻ അഡ്വാൻസ് എന്ന് ചോദിച്ചാൽ എന്തായാലും ഉപകാരം എഴുതില്ല. ഞാൻ അഡ്വാൻസ് എന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ ഉപകാരം എന്നൊന്നും ഉണ്ടാവുമല്ലോ. അതിനോണ്ട് തന്നെ പേശാക്കി എഴുതിച്ച് വെറുതെ അങ്ങനെ എഴുതി. പിന്നെ ഇത് വിജ്ഞാപനം പരസ്യമൊക്കെ എഴുതി. അതൊക്കെ കഴിഞ്ഞ് 11:15 ആയപ്പോൾ ഞാൻ എഴുതി കഴിഞ്ഞു. പിന്നെ വെറുതെ ഒത്തിരിക്കുന്നു. അപ്പോഴാണ് ഒരു ബ്രോ പറഞ്ഞതൊക്കെ ഓർമ്മ വന്ന്. കമൻറ്റിൽ ഇന്നലെ ഇട്ടിരുന്നു. ആ ബ്രോ പരീക്ഷ ഇംഗ്ലീഷ് എഴുതി കഴിഞ്ഞിട്ട് എത്ര ഉണ്ടെന്ന് എണ്ണി നോക്കി. 300 എത്രയോ കിട്ടിയെന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ ഒരു ഐഡിയക്ക് എത്ര ഉണ്ടെന്ന് എണ്ണി നോക്കി. ഞാൻ ഹിന്ദി പേപ്പറിൽ കുറേ ഉണ്ടാവും എന്ന് വിചാരിച്ചു നോക്കി. പക്ഷേ ഇതിലൊന്നും തന്നെ കാണാനില്ല. ഇവിടെ 2 ഉള്ളൂ. ഇവിടെ മൊത്തമായിട്ട് ടോട്ടൽ 7. അങ്ങനെ ഫുള്ളായിട്ട് എണ്ണിയിട്ട് നോക്കിയപ്പോൾ 44 ആയാണ് കിട്ടിയത്. പിന്നെ ഞാൻ കുറേ തിരഞ്ഞു നോക്കി. ഒരു 45 ആണെങ്കിൽ ഒരു ഇതല്ലേ, ഒരു രസമല്ലേ, ഒരു 5ലും 0 അവസാനിക്കുന്ന ഒരു ഇതല്ല. അതിനോണ്ട് 45 ആവുമെന്ന് വിചാരിച്ച് കുറേ നോക്കി. അതൊന്നും കിട്ടിയില്ല. അപ്പോൾ അത്രയ്ക്ക് തന്നെ ഉള്ളൂ ഇന്ത്യ എക്സാമിൻ്റെ റിവ്യൂ എന്ന് പറഞ്ഞ്.
പഠിക്കാതെ പോയ ഹിന്ദി വരെ ഇംഗ്ലീഷിനെ കാട്ടി സിമ്പിളായെന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് വലിയ സീനാവുന്നത്. അപ്പോൾ ഇനി എന്തായാലും പഠിക്കുകയൊക്കെ ചെയ്യണം. ഇപ്പോൾ അധികം വീഡിയോസൊന്നും ഇപ്പോൾ എക്സാമൊക്കെ കഴിഞ്ഞല്ലോ. ഇനിയിപ്പോൾ എന്താ, ഇനി വെക്കേഷനാണ്. വെക്കേഷനിൽ കുറച്ചൊക്കെ പഠിക്കണം, കുറച്ചൊക്കെ അത്യാവശ്യം പഠിക്കണം. എന്തായാലും കുറച്ചൊക്കെ ഞാൻ പ്ലാനൊക്കെ ചെയ്ത് വെച്ചിന്. ഇത്തിരിയൊക്കെ അതേമാതിരി നടന്നാൽ മതിയിരുന്നാൽ പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാതെ പോയില്ലെങ്കിൽ സീനാണ്. എന്നോട് ഇന്നത്തെ ലൈവ് വെറുതെ ലൈവ് വെച്ചാണ്. അപ്പോൾ ലൈവ് കാണേണ്ടവർക്ക് കാണാം. അപ്പോൾ അത്രയ്ക്ക് തന്നെ പറയാനുള്ളൂ, വേറെ ഒന്നും കൂടുതലൊന്നും പറയാനില്ല, അത്ര തന്നെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.